മുനമ്പം ഭൂമി തർക്കത്തോടെ പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം വായ്പ പോലും എടുക്കാൻ കഴിയാതെ വന്നതോടെ രോഗികളും പ്രയാസത്തിലാണ്. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് ബിന്ദു. ശ്വാസകോശം ചുരുങ്ങുന്ന അവസ്ഥയിലുള്ള ബിന്ദുവിന് ജീവിച്ച മണ്ണിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നത് ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ്. അധിക നേരം സംസാരിക്കാൻ കഴിയില്ല. വീട്ടിനകത്തുപോലും കുറച്ചു ദൂരം നടന്നാൽ ഓക്സിജൻ അളവ് കുറയും. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ബിന്ദുവിന് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, ശ്വാസകോശം ചുരുങ്ങിക്കൊണ്ടിരിക്കണം, പിന്നെ നടക്കുമ്പോൾ ഓക്സിജൻ കുറഞ്ഞു പോകും, അങ്ങനത്തെ സ്ഥിതി. പിന്നെ സ്ഥലം എന്ന് പറയണത് ഞങ്ങളുടെ അച്ഛൻ വഴി മേടിച്ച് കിഴക്കിൽ നിന്ന് മേടിച്ച് തന്ന സ്ഥലമാണ്. ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലത്തോളമായി. മത്സ്യമേഖലയിലും റിസോർട്ടുകളിലും ജോലിക്ക് പോയിരുന്ന ബിന്ദുവിന്റെ മകനിപ്പോൾ അമ്മയെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയില്ല. ഏതു സമയവും മകൻ കൂടെ വേണം. ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല. ഇപ്പം അമ്മച്ചന് ഇങ്ങനെ അവസ്ഥയിലിട്ട് പോകാൻ പറ്റണില്ല. അങ്ങനെ ഇടക്കൊക്കെ പോകാം, നമുക്ക് ഇടക്കൊക്കെ പോയി വരാം. അത് റിസോർട്ടിലാണ് പോകാനും പറ്റണില്ല. ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മേലെയാണ് ഭൂമി തർക്കം ഭീഷണിയായി എത്തുന്നത്. ഈ രോഗാവസ്ഥയിൽ അടിയന്തിരമായി ഇവിടം വിട്ടൊഴിയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും ഇവർക്കാവില്ല. പിന്നെ ഈ സ്ഥലം എന്ന് പറയണത് അച്ഛൻ വഴി മേടിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഞങ്ങളുടെ കടലമ്മുള്ള കാലം വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ആഴ്ചയിൽ മരുന്ന് വാങ്ങണം. ഓക്സിജൻ സിലിണ്ടർ നല്ലതൊരെണ്ണം വാങ്ങാൻ 10,000-ഓളം വരുമെന്ന് പറയുന്നു. പഞ്ചായത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്താലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രതീഷിനെ വിളിക്കും. രതീഷാണ് ഞങ്ങൾക്ക് ഓരോ പൈസകളൊക്കെ ഇങ്ങനെ അഴിച്ചു തന്നതും കാര്യങ്ങളൊക്കെ. മോൻ പണിക്ക് പോയിട്ടാണ് ഇത് പോയിട്ടാണ് ഞങ്ങൾ ഞാൻ എൻ്റെ രോഗം മരുന്നിനൊക്കെ പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തു തന്നത്. ഇപ്പം പോകാൻ പറ്റാണ്ടായപ്പോൾ റേഷനരി കിട്ടുന്നത് അത് ചിലപ്പോൾ ഒരു നേരമായിട്ട് കഞ്ഞിയായിട്ട് കുടിക്കും. ഇതുപോലെ ജീവിതത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ എത്തി നിൽക്കുന്ന അനേകം കുടുംബങ്ങൾ മുനമ്പത്തുണ്ട്. ദിവസവും കടലിൽ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് ഭൂമിയും വീടും സ്വന്തമാക്കിയവർ. ഇവരുടെ മുന്നിലാണ് ചോദ്യചിഹ്നമായി മുനമ്പം ഭൂതർക്കം മാറുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.